ഈ വീടാണ് കഥാനായികയുടെ വീട്. നമുക്ക് സ്റ്റോറിയിലേക്ക് പോകാം. എടി ദേവുവേ, നീ എന്നെ എടുക്കുവാടി കൊച്ചെ, ഇങ്ങോട്ട് ഇറങ്ങി വാടി. നീ അവിടെ എന്നെ എടുക്കുമായിരുന്നു. നിന്നെ എത്ര നേരം ഞാൻ കിടന്ന് വിളിച്ചു, വെറുതെ പോലുമില്ല വിളിച്ചാൽ തന്നെ. ചെവി വെക്കുന്ന കുന്ത്രാണോ വെച്ചുകൊണ്ടിരുന്ന പിന്നെ ആര് വിളിച്ചാലും കേൾക്കത്തില്ലല്ലോ. നിന്റെ തന്ത അങ്ങ് ചത്തുപോയെന്ന് പറഞ്ഞ് ഞാനാ നിന്നെ നോക്കേണ്ടത്. നീ നിന്റെ തന്തയുടെ കൂടെ അങ്ങ് പോയാൽ പോരായിരുന്നു. എന്നെ ഇട്ട് ശല്യം പിടിപ്പിക്കുമല്ലോ നീ ഇവിടെ നിന്നുകൊണ്ട്. ചെന്ന് കൊച്ചെ അടുക്കളയിലെ ജോലിയെല്ലാം ചെയ്യാൻ നോക്കുക. അടുത്ത ജോലി ഞാൻ പറയാം. ജീവിതകാലം ഫുള്ള് ഇങ്ങനെ നിൽക്കത്തേ ഉള്ളല്ലോ. നിന്നെ നോക്കി നോക്കി ഞാനങ്ങ് മുടിഞ്ഞു പോവും. നീ കാരണം, നീ നശിച്ചവൾ കാരണം എൻ്റെ വീട്ടിൽ എനിക്ക് സമാധാനമില്ല. നിന്നെ നോക്കണ്ടേ നിന്റെ തന്തേനെയും കിടപ്പിലായിരുന്നു ഞാനാ നോക്കിയത്. ചെന്ന് പോകുന്നു കൊച്ചെ, ജോലി ചെയ്യാൻ നോക്ക്. എല്ലാ ജോലിയും ചെയ്ത് കഴിഞ്ഞുകൊണ്ടാണ് ഞാൻ മേളിൽ പോയിരുന്നത്. അവൻ വിളിച്ചിട്ട് കേൾക്കാഞ്ഞത്. അല്ലാതൊന്നും അല്ലമ്മേ. ഞാൻ പോയി ചെയ്തോളാമ്മേ. എടി എണ്ണം കെട്ടവളെ, ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ല എന്നെ അമ്മയെന്ന് കിടന്ന് വിളിച്ചോണ്ടിരിക്കല്ലേന്ന്. പോയി ജോലി ചെയ്യാൻ നോക്കടി. എന്നാ നോക്കിക്കൊണ്ട് നിൽക്കുക. എന്നാ ജോലി തീർന്ന് നീ പറയുന്നേ? നീ ആദ്യം ചെന്ന് അടുക്കള പോയി തുടയ്ക്കാൻ നോക്കും. ഞാൻ കടയിൽ പോയിട്ട് വരുമ്പോൾ നീ ഇവിടുത്തെ ജോലി ഫുള്ള് തീർത്ത് വെച്ചിരിക്കണം. ഫോണിൽ ഞെക്കിയിരിക്കുക. ഇവിടുത്തെ ഫോണിൻ്റെ പൈസ ഇവിടെ ഞാനാ കൊടുക്കുന്നത്. എന്നിട്ട് അവളെ നെകളിക്കുന്നത്. എന്ത് നോക്കി നിൽക്കുക? പോയി ചെയ്യടി ജോലി. ഞാൻ പോയിട്ട് വരുമ്പോൾ ചെയ്ത് വെച്ചേക്കണം.